നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ദുരന്തഭൂമിയായി വയനാട്. മരണം 357. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നടത്തുന്ന 5ാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 357ആയി. 200-ലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ആശുപത്രികളിൽ ചികിത്സ തേടിയ 518 പേരിൽ 209 പേർ ആശുപത്രി വിട്ടു. 219 പേർ ഇതുവരെ മരിച്ചെന്നാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 98 പേർ പുരുഷന്മാരും 90 പേർ സ്ത്രീകളും 31 കുട്ടികളുമാണുള്ളത്. 157 മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞു. 147 മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 147 ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നും സർക്കാർ അറിയിച്ചു. ചൂരൽമലയിൽ നിന്നും 3 മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്നും 1 മൃതദേഹവും കണ്ടെത്തി. ഇതുവരെ 6 സോണുകളിൽ പരിശോധന നടത്തിയെന്നാണ് വിശദീകരണം. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ച ചാലിയാറിൽ പരിശോധന കേന്ദ്രീകരിക്കാനാണ് നിലവിലെ ശ്രമം. ഇന്നു രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ള 100ഓളം പേർ ചാലിയാർ അരിച്ചു പെറുക്കുകയായിരുന്നു. അവധി ദിവസമായ നാളെ കൂടുതൽ പേരെ എത്തിച്ച് തിരച്ചിൽ നടത്താനാണ് ശ്രമം. ഏകദേശം 80ഓളം മൃതദേഹങ്ങളും 130ഓളം ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. വിസ ലംഘകർക്ക് പൊതുമാപ്പ്. ഒരുക്കങ്ങൾ ആരംഭിച്ച് ദുബായ് GDRFA. വിസ ലംഘകർക്ക് പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡിന്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദുബായ് GDRFAയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക യോഗം ചേർന്നു. മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ദുബായ് എമിറേറ്റ്സിലെ വിസ ഗ്രേസ് പീരീഡ് പദ്ധതിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ചടങ്ങിൽ ചർച്ച ചെയ്തു. ഇത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ദുബായ് GDRFA ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കസ്റ്റമർ ഹാപ്പിനെസ് ആൻഡ് ഡിജിറ്റൽ സർവീസസ്, പ്രോആക്റ്റീവ് മീഡിയ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഡെവലപ്മെന്റ് ടീം എന്നിവയുൾപ്പെടെ പ്രത്യേക വർക്കിംഗ് ടീമുകളെയാണ് രൂപീകരിച്ചത്. ഇതുവഴി വിസ ലംഘകർക്ക് എളുപ്പത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ 3 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും. മോഹൻലാൽ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നടന്ന ദുരന്ത മേഖലയിൽ 3 കോടിയുടെ പദ്ധതികൾ തന്റെ ഫൗണ്ടേഷൻ വഴി നടപ്പിലാക്കുമെന്ന് മോഹൻലാൽ. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സൈന്യമടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പൂർണ്ണമായും തകർന്ന വെള്ളാർമല LP സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് വാർത്തകളിലൂടെ അറിയുന്നത്. അവിടെ ചെന്നു കണ്ടു കഴിഞ്ഞാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് അവരുടെ ഉറ്റവരെയും വീടും സ്ഥലവും ഒക്കെ നഷ്ടമായി. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ടവരാണ് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, ഡോക്ടേഴ്സ്, NTRF, ഫയർ ആൻഡ് റെസ്ക്യൂ, നേവി, ലോക്കൽ ആളുകൾ, സന്നദ്ധ സഹായ സംഘടനകൾ. അങ്ങനെ ഒരു കല്ലെടുത്തു മാറ്റുന്ന കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. എക്സ്പോ 2020ലേക്കും UAE എക്സ്ചേഞ്ചിലേക്കും ഇന്നു മുതൽ പ്രത്യേക സർവീസുമായി ദുബായ് മെട്രോ. ഇതോടെ ജബൽ അലി മെട്രോ സ്റ്റേഷനിൽ ട്രെയിനിൽ മാറിക്കയറേണ്ട സാഹചര്യം ഒഴിവായി. ജബൽ അലിയിൽ വൈ ജംഗ്ഷൻ സ്ഥാപിതമായതോടെ എക്സ്പോയിലേക്കും UAE എക്സ്ചേഞ്ചിലേക്കും നേരിട്ടുള്ള സർവീസുകൾ സാധ്യമായി. സെന്റർ പോയിന്റ് സ്റ്റേഷനിൽ നിന്നും ഒരാൾ UAE എക്സ്ചേഞ്ചിലേക്ക് കയറിയാൽ അവർ ജബൽ അലിയിലെ ഇന്റർസെന്റ് സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ മാറിക്കയറണമായിരുന്നു. തിരിച്ചു സെന്റർ പോയിന്റിലേക്കുള്ള യാത്രയിലും ഇതേ സാഹചര്യമായിരുന്നു. മെട്രോ റെഡ് ലൈനിൽ 2 ദിശയിലുമുള്ള അവസാന സ്റ്റേഷനുകളാണ് എക്സ്പോ 2020യും UAE എക്സ്ചേഞ്ചും. 2 സ്റ്റേഷനിലേക്കും പ്രത്യേക ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതോടെ യാത്രക്കാർക്ക് അതേ ട്രെയിനിൽ ലക്ഷ്യത്തിലെത്താം. നിലവിൽ 84 ചതുരശ്ര കിലോമീറ്റർ 64 സ്റ്റേഷനുകളാണ് ദുബായ് മെട്രോയ്ക്കുള്ളത്. ബാർകോഡ് ടിക്കറ്റ് നിർബന്ധമില്ലെന്ന് സിയാൽ. യാത്രക്കാർക്കും നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചും യാത്ര ചെയ്യാം. നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാർക്ക് ബാർകോഡ് ഉപയോഗിച്ചുള്ള ചെക്ക് ഇൻ DG യാത്ര തുടങ്ങിയ വേണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നിർദ്ദേശം വിമാനത്താവളങ്ങളിൽ നിർബന്ധമാക്കിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവള ടെർമിനലിലേക്കുള്ള പ്രവേശനവും ചെക്ക് ഇൻ നടപടികളും ആയാസരഹിതമായി നടക്കുന്നതിനാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. യാത്രക്കാരുടെയും വിമാനത്താവളങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ബാർകോഡ് ഉപയോഗിച്ചുള്ള ചെക്ക് ഇൻ DG യാത്ര തുടങ്ങിയ നിർബന്ധമാക്കിയിട്ടില്ലെന്നും യാത്രക്കാർക്ക് നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചും യാത്ര ചെയ്യാമെന്നും സിയാൽ അധികൃതർ അറിയിച്ചു.
പ്രവാസികളുടെ മരണാനന്തര ചെലവുകൾ ഒഴിവാക്കി അബുദാബി. അലൈൻ പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ മരണ സർട്ടിഫിക്കറ്റിന്റെയും എംബാമിംഗ് സർട്ടിഫിക്കറ്റിന്റെയും ചാർജുകളാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എടുത്തുകളഞ്ഞതെന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. പ്രവാസികൾക്കേറെ ആശ്വാസമാകുന്നുവെന്നാണ് അബുദാബി സർക്കാർ നടപടി. മരണ സർട്ടിഫിക്കറ്റിന് 103 ദിർഹവും ആംബുലൻസ് കഫിംഗ് ബോക്സ് ഉൾപ്പെടെ എംബാമിംഗ് സർട്ടിഫിക്കറ്റിന് 1106 ദിർഹവുമാണ് ഈടാക്കിയിരുന്നത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. സ്വദേശികളുടെ മരണ സർട്ടിഫിക്കറ്റിന് ഈടാക്കിയിരുന്ന 53 ദിർഹവും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നടപടികളിലൂടെ ഏത് രാജ്യക്കാർ മരിച്ചാലും ഈ ആനുകൂല്യം ലഭ്യമാവും. അബുദാബി എമിറേറ്റിലുള്ളവർക്ക് മാത്രമായിരിക്കും ഈ സൗകര്യം ഉണ്ടാവുക. മറ്റുള്ള എമിറേറ്റുകളിലെ നടപടിക്രമങ്ങൾ അതേപടി തുടരും. ഇന്ന് നടന്ന ഏറ്റവും പുതിയ ബിഗ് ടിക്കറ്റ് അബുദാബി റാഫേൽ നറുക്കെടുപ്പിൽ ഇന്ത്യൻ പ്രവാസിക്ക് 15 ദശലക്ഷം ദിർഹം സമ്മാനം ലഭിച്ചു. അബുദാബിയിൽ താമസിക്കുന്ന തുഷാർ ദേശ്കർ ജൂലൈ 31 വാങ്ങിയ 334240 എന്ന നമ്പർ ടിക്കറ്റിന് തേടിയാണ് ഭാഗ്യമെത്തിയത്. ഷോയിൽ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുമ്പോൾ തുഷാർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഷോ കാണുന്നുണ്ടായിരുന്നില്ല. അവതാരകരായ റിച്ചാർഡിനെയും ബ്രൗച്ചിയോടും ആരെന്ന് ചോദിച്ചായിരുന്നു തുഷാർ സംസാരത്തിന് തുടക്കമിട്ടത്. ഈ മാസത്തെ ഭാഗ്യശാലി താനാണെന്നറിഞ്ഞ തുഷാർ ആശ്ചര്യപ്പെടുകയും ഇത് ശരിയാണോ എന്ന് വീണ്ടും ചോദിക്കുകയും ചെയ്തു. സമ്മാനത്തുക തന്റെ 3 സുഹൃത്തുക്കളുമായി പങ്കിടാനാണ് തീരുമാനമെന്ന് തുഷാൻ പറഞ്ഞു. ആദ്യം തന്നെ ലോൺ അടക്കമുള്ള സാമ്പത്തിക ബാധ്യതകൾ അവസാനിപ്പിക്കണമെന്നും കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി തുക മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണത്തെ ബിഗ് ടിക്കറ്റ് 15 മില്യൺ ദിർഹം സമ്മാനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ക്യാഷ് പ്രൈസ് ടിക്കറ്റുകൾ വാങ്ങിയവർക്ക് ടിക്കറ്റ് എടുക്കുന്നതിന്റെ പിറ്റേന്ന് ഒരു ഇലക്ട്രോണിക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം. ഒരു ഭാഗ്യശാലിക്ക് 50,000 ദിർഹമാണ് ലഭിക്കുക. കൂടാതെ സെപ്റ്റംബർ 3 നടക്കുന്ന തത്സമയ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന 10 പേർക്ക് 1 ലക്ഷം ദിർഹം വീതവും 3,25,000 ദിർഹം വിലയുള്ള റേഞ്ച് റോവർ വെലാറും ലഭിക്കും. ഒരു ഡ്രീം കാർ ടിക്കറ്റിന്റെ വില 150 ദിർഹമാണ്. ക്യാഷ് പ്രൈസ് പോലെ 2 ടിക്കറ്റുകൾ വാങ്ങുന്ന ആർക്കും ഒരെണ്ണം സൗജന്യമായി ലഭിക്കും. www.bigticket.ae വഴിയോ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെയും അലൈൻ എയർപോർട്ടിലെയും ഇൻസ്റ്റോർ കൗണ്ടറുകൾ സന്ദർശിച്ചോ ഓൺലൈനായി ടിക്കറ്റ് വാങ്ങലുകളും നടത്താം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.